ബിഗ് ബോസിൻ്റെ ലൈവിൽ തട്ടുകടയിൽ നിന്ന് പരിപ്പോടയൊക്കെ പാഴ്സൽ ചെയ്തുകൊണ്ട് പോവുകയാണ് രേണുസുതി ഒരു പരിപ്പോട കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കൂടെ ഒരു കയ്യിൽ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് തൊട്ടടുത്തിരിക്കുന്ന നൂറയുടെ കൈ കൊടുക്കുന്നുണ്ട്. എടി നിങ്ങൾക്ക് പോക്കറ്റ് ഉണ്ടോ, ഇതൊന്ന് വെക്കാവോ? എനിക്കാണെങ്കിൽ പോക്കറ്റ് ഇല്ല, നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി അകത്തിരുന്ന് കൊണ്ടുപോയി കഴിക്കാൻ കുറച്ച് കഴിയുമ്പോൾ. അപ്പം നൂറ് പറയുന്നുണ്ടോ, അയ്യോ അങ്ങനെ പറ്റില്ല, നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കണം, അങ്ങനെയല്ലേ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്, വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിലോ, മാത്രമല്ല എൻ്റെ കയ്യിൽ പോക്കറ്റും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ രേണുസുതി തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അഭിഷേകിൻ്റെ അടുത്ത് ചോദിക്കുന്നു, എടാ നീ ഇത് പോക്കറ്റ് ഇടാവോ, എനിക്ക് പിന്നെ തന്നാൽ മതി, ഞാൻ ചോദിക്കും പക്ഷേ തന്നെ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് അഭിഷേകിന് കൊടുക്കുന്നു. പക്ഷേ അഭിഷേകിനും പോക്കറ്റ് ഇല്ലെന്നോ അങ്ങനെ എന്തോ പറയുന്നു. അവസാനം ഒനീൽ ആ വഴിക്ക് വരുമ്പോൾ ഒനീലിനോട് ചോദിക്കുന്നു, എടാ ഇത് പോക്കറ്റ് ഇടാൻ വല്ല മാർഗ്ഗമുണ്ടോ, നമുക്കിത് പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നു. അങ്ങനെ ഒനീലിൻ്റെ മടിയിലേക്ക് ഞാൻ മുണ്ടിൻ്റെ ഇടയിൽ വെച്ചാൽ മതിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ നൂറ് പറയുന്നു, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ രേണുസുതി അവസാനം നീ എവിടെയെങ്കിലും കുത്തിക്കയറ്റി വെക്കുമെന്ന് പറഞ്ഞ് ഷർട്ടിൻ്റെ ഇടയിലെങ്ങാണ്ട് ഒനീൽ കുത്തിക്കയറ്റി വെക്കുന്നുണ്ട്. ലൈവിൽ ഇപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ അവിടെ തട്ടുകടയിൽ നിന്ന് ചായയും പരിപ്പോടയും പഴംപൊരിയൊക്കെ എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസിന് എന്താണെങ്കിൽ പ്രത്യേകിച്ച് ഒരു സ്നേഹമൊന്നും മനസ്സിലാകുന്നില്ല. ഡ്രസ്സെല്ലാം കൊടുക്കുന്നു, അതുപോലെ തന്നെ ചായ തട്ടുകട ഉൾപ്പെടെ വീടിൻ്റെ അകത്ത് കയറ്റി വിടുന്നു. എന്തോ ഒരു വലുത് വരാനിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.